ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയതായിട്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. മുട്ട കൊണ്ടുള്ളൊരു ഐറ്റം. നമ്മൾ ചെയ്തത് പൊരിച്ച മുട്ട കറി. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് എൻ്റെ കൂടെ ബാലു ഉണ്ട്. ബാലുവാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. കുക്കിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആളാണ് ബാലു. ബാലു നല്ല കുട്ടിയാണ്, പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിയാണ്. അതാണ് ബാലു. അപ്പോൾ ബാലു എല്ലാം ഹെൽപ്പ് ചെയ്യും. അനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് മുട്ട നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയാണ്. ഒരു മുട്ട ബാലു പിടിക്കുന്നു. അത് നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. ബാലു ഓൾറെഡി മുട്ട ഓക്കെ. ബാലു ആണ് പൊട്ടിക്കുന്ന ആള്. ബാലു എൻ്റെ കാട്ടിലും ഫാസ്റ്റായിട്ട് മുട്ട പൊട്ടിക്കുന്നുണ്ട്. ഇത് നമ്മൾ മുട്ടയുടെ കൂടെ അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ടയും അപ്പവും. അങ്ങനെ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ബാലു 3 എണ്ണം പൊട്ടിച്ചു, ഞാൻ 2 എണ്ണം പൊട്ടിച്ചു. ഓക്കെ, അപ്പം ബാലു മുട്ട പൊട്ടിക്കും. അപ്പം ഞാൻ അടുത്തത് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്, ഈ മുട്ട നടുകെ ഇങ്ങനെ ചെറുതായിട്ട് കീറും. ഫുൾ കീറത്തില്ല, ഇങ്ങനെ ഹാഫ്. വീണ്ടും നമ്മൾ ഇങ്ങനെ 4 ഇതായിട്ട് കീറി. നമ്മൾ കീറി എടുത്തിട്ടില്ല, പിന്നെ 4 പീസായിട്ട് ഇവിടെ കീറി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെല്ലാ മുട്ടയും അങ്ങനെ കീറിയെടുക്കും. അങ്ങനെ ഇത് 4 പീസായിട്ട് നമ്മൾ മുട്ട കീറി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. ഇനി അടുത്ത ചെയ്യുന്നത്, ഒരു ചെറിയ പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ആ പേസ്റ്റിന് വേണ്ടി റെഡ് ചില്ലി, കുറച്ച് റെഡ് ചില്ലി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ബാലു അത് മുറിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തു. കുറച്ച് കോൺഫ്ലോർ ഇടാം. കോൺഫ്ലോർ. അടുത്തത് കുറച്ച് മഞ്ഞൾ. കുറച്ച് ഓക്കെ ഓക്കെ മഞ്ഞൾ. ഇത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. ഇട്ടു. ഇനി നമ്മൾ കുറച്ച് കുരുമുളക്, കുറച്ച് കുരുമുളക്. നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടും. ഇട്ടു. ഇനി കുറച്ച് വെള്ളം. കുറച്ച് വെള്ളം നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇളക്കണം. ഓക്കെ, മിക്സ് ചെയ്യുന്നു. നല്ലതായിട്ട് മിക്സ് ചെയ്ത് പെതുക്കെ മിക്സ് ചെയ്യണം. ഓക്കെ ഓക്കെ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മിക്സ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ മുട്ട നമുക്ക് പിന്നീട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത് വെച്ചിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ അതിനകത്ത് ഒഴിച്ചിട്ട്
മിക്സ് ചെയ്ത് വെച്ചു. വീണ്ടും നമ്മൾ ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് പിടിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ രണ്ടുപേരൂടെയാണ് ഇന്നത്തെ കുക്കിംഗ് മൊത്തം. ഇത് നമ്മൾ ചെറുതായിട്ട് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. പാൻ എടുത്തിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എണ്ണ ചൂടായിട്ടുണ്ട്. മുട്ട സൂക്ഷിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിത് ഫുൾ വറുത്തെടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നേ ഉള്ളൂ. ഇടയ്ക്ക് 2 മിനിറ്റ് കഴിയുന്നുണ്ടെ തിരിച്ചിട്ട് നമ്മൾ കൊടുക്കണം. മുട്ട ഇങ്ങനെ വറുത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 2 ഗ്രീൻ ചില്ലി അതൊഴിച്ചിട്ടൊന്ന് ചെയ്യുക. കുറച്ച് കറിവേപ്പില അതവിടെ കിടന്ന് മൊരിഞ്ഞോളും. കറിവേപ്പിലയുടെയും ആ മുട്ടയുടെയും നമ്മുടെ ആ ഗ്രീൻ ചില്ലിയുടെയും കൂടെ ആ മണം നല്ലതായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ആ സെയിം എണ്ണയിൽ കുറച്ചാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് കറുവാപ്പട്ട, ബേ ലീവ്സ്, കുറച്ച് കറിവേപ്പില, ഇത് സാധാരണയായിട്ട് ഗുജറാത്ത് ഏരിയയിലൊക്കെയാണ് ഈ ടൈപ്പ് മുട്ട ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലിങ്ങനെ സാധാരണ ഉണ്ടാക്കാറില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ഉള്ളി, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ പരുവത്തിൽ അരിഞ്ഞാൽ മതി. നമുക്കതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കാം. കുക്ക് ചെയ്യുമ്പോൾ ലേശം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. ഉപ്പ് ഉള്ളിയിൽ പിടിക്കുകയും ചെയ്യും, നല്ലതായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ആ ഉള്ളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് അരച്ചെടുക്കാം. 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. മുട്ടക്കറി റെഡിയാവുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അപ്പം കൂടെ ഉണ്ടാക്കാം. അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അപ്പം പിന്നെ മാവ് ഒഴിക്കാം. നല്ലതായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം.
ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ഉള്ളി നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, നമുക്ക് പിന്നെ ഒത്തിരി എരി വേണ്ട, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് കുരുമുളക്, ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു 2 മിനിറ്റ് മതി. നമുക്കത് സ്പൂൺ കൊണ്ട് ഇതൊക്കെ പാത്രത്തിലോട്ട് നല്ല വൃത്തിയായിട്ട് അപ്പം വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇടണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പച്ചമണം മല്ലിയുടെ മാറിയിട്ടുണ്ട്. ഈ പരുവത്തിൽ എടുക്കണം, എങ്കിലേ അതിനൊരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിലേക്ക് അരച്ച് വെച്ച തക്കാളി അതിൻ്റെ എണ്ണ സെപ്പറേറ്റ് ചെയ്യുന്നത് വരെ ഒന്ന് ഇളക്കണം. ഒരു 5 മിനിറ്റ് നമുക്കൊന്നത് വേവിക്കാം. ജീരകമാണ് കുറച്ച് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും വെള്ളം മതി. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചാൽ മതി. അതിലതെല്ലാം പറ്റിപ്പിടിച്ചോളും. ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡിയാണ്. അതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവിയൊക്കെ കയറിയിട്ട് നല്ല ഭംഗിയാവും. നമ്മളിനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് അതിൻ്റെ പരുവം. ഒത്തിരി വെള്ളമില്ല, കുറച്ച് ഡ്രൈ ആണ്. വെള്ളം ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുട്ട റെഡിയാണ്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതാണ് മുട്ട. അതിനോടൊപ്പം നമ്മൾ അപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. ബാലു ആണെങ്കിൽ അതിന് മുമ്പേ കഴിക്കാൻ തുടങ്ങി. അത് നമുക്കിതിനകത്തോട്ട് ഇട്ടിട്ട് ബാലു എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഇതിങ്ങനെ ഇട്ടിട്ട് കഴിച്ച് നോക്കാം അതിൻ്റെ ടേസ്റ്റ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. മുട്ടയും ഇതും എടുത്തിട്ട് നമ്മൾ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ബാലു ചേർത്തേ മുട്ട എടുത്ത് മുട്ട എടുത്ത് കഴിച്ചു നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പറാണ്. ബാലു എങ്ങനെയുണ്ട്? കൊള്ളാമോ? അടിപൊളിയാണോ? സൂപ്പറാ? എല്ലാവർക്കും ഹായ് പറഞ്ഞേ. ഹായ്. അനൂസ് കിച്ചൺ. ബൈ ബൈ. ബൈ ബൈ. ഹായ് ഗൈസ്, ഞാൻ ബാലുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക.